നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ സർക്കാർ മൃഗാശുപത്രി കെട്ടിടം അപകടാവസ്ഥയിലായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയില്ലെന്ന് പരാതി. MVUയിലെ അതായത് മൊബൈൽ വെറ്റിനറി യൂണിറ്റിലെ ഡോക്ടറാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. ഈ ആശുപത്രി ഇപ്പോൾ ഏകദേശം നിലമ്പൊത്തുന്ന ഒരു രീതിയിലിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ മേലധികാരിയായിട്ടുള്ള CS അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിലും അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു മഴയൊക്കെ വരുമ്പോഴത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് താഴെ വീഴുക എന്നുള്ളൊരവസ്ഥയാണ്. അതിൻ്റെ ഇപ്പം എനിക്കിരിക്കുന്ന റൂമാണെങ്കിൽ തന്നെയും അതിൻ്റെ ചുവരൊക്കെ മൊത്തത്തിൽ പൊളിഞ്ഞ് പുറകോട്ട് വീഴുന്നൊരു രീതിയിലേക്ക് ഇരിക്കുകയാണ്. പുറകോട്ടോ മുന്നോട്ടോ വീഴുക, അത് ആ ഒരു ജനലിൻ്റെ അതിൻ്റെ മുകളിലത്തെ ഒരു സപ്പോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അകത്തങ്ങനെ ഇരിക്കുന്നൊരു ഇതില്ല. അപ്പം ഉത്തരവാദിത്തപ്പെട്ടവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിന് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെ. വെള്ളം മൊത്തം ആ റൂമിലെല്ലാം വെള്ളമാകും. അതുകൊണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം വരാന്തയിലൊക്കെ ആയിരിക്കുന്നത്. വരാന്തയിലും വെള്ളമായി കഴിയുമ്പോൾ നടുക്ക് ആ കോറിഡോറിൻ്റെ അങ്ങോട്ട് കയറി അവിടെ ഒരു ബെഞ്ചുണ്ട്, അതിലായിരിക്കുന്നത്. അപ്പം വർഷങ്ങളുടെ പഴക്കമുള്ള അഞ്ചൽ മൃഗാശുപത്രി കെട്ടിടം ജീർണിച്ച അവസ്ഥയിലാണ്. മഴ പെയ്താൽ മുഴുവൻ ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. മഴവെള്ളം അകത്ത് വീഴാതിരിക്കുവാൻ വേണ്ടി ജീവനക്കാർ ടാർപ്പ മേൽക്കൂരയിൽ കെട്ടിയിട്ടുണ്ട്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിലാണ് അഞ്ചൽ മൃഗാശുപത്രി പ്രവർത്തിക്കുന്നത്. കാറ്റും മഴയുമുള്ള സമയത്ത് ജീവനക്കാർ നന്നേ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപകടാവസ്ഥയിലായ മൃഗാശുപത്രി കെട്ടിടം പുനർനിർമ്മിക്കുകയോ അറ്റകുറ്റപ്പണി നടത്തുകയോ ചെയ്യണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. MVUയിലെ അതായത് മൊബൈൽ വെറ്റിനറി യൂണിറ്റിലെ ഡോക്ടറാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. ഈ ആശുപത്രി ഇപ്പോൾ ഏകദേശം നിലമ്പൊത്തുന്ന ഒരു രീതിയിലിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ മേലധികാരിയായിട്ടുള്ള CS അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിലും അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു മഴയൊക്കെ വരുമ്പോഴത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് താഴെ വീഴുക എന്നുള്ളൊരവസ്ഥയാണ്. അതിൻ്റെ ഇപ്പം എനിക്കിരിക്കുന്ന റൂമാണെങ്കിൽ തന്നെയും അതിൻ്റെ ചുവരൊക്കെ മൊത്തത്തിൽ പൊളിഞ്ഞ് പുറകോട്ട് വീഴുന്നൊരു രീതിയിലേക്ക് ഇരിക്കുകയാണ്. പുറകോട്ടോ മുന്നോട്ടോ വീഴുക, അത് ആ ഒരു ജനലിൻ്റെ അതിൻ്റെ മുകളിലത്തെ ഒരു സപ്പോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അകത്തങ്ങനെ ഇരിക്കുന്നൊരു ഇതില്ല. അപ്പം ഉത്തരവാദിത്തപ്പെട്ടവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിന് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെ. വെള്ളം മൊത്തം ആ റൂമിലെല്ലാം വെള്ളമാകും. അതുകൊണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം വരാന്തയിലൊക്കെ ആയിരിക്കുന്നത്. വരാന്തയിലും വെള്ളമായി കഴിയുമ്പോൾ നടുക്ക് ആ കോറിഡോറിൻ്റെ അങ്ങോട്ട് കയറി അവിടെ ഒരു ബെഞ്ചുണ്ട്, അതിലായിരിക്കുന്നത്. അപ്പം